അപ്പം ഇന്ന് ഈ പത്രവിശേഷത്തിലേക്ക് വരുമ്പോൾ മാതൃഭൂമി പത്രത്തിന്റെ വാരാന്ത്യ പതിപ്പ്, ഞാൻ സാധാരണ ഈ പത്രവിശേഷത്തിൽ വാരാന്ത്യ പതിപ്പുകളെ സ്പർശിക്കാറില്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ മാതൃഭൂമിയുടെ വാരാന്ത്യ പതിപ്പ്, മാതൃഭൂമിയുടെ ഈ 1-ാം പേജിലെ ഈ കോമഡി ഷോ വാർത്തയുണ്ടല്ലോ, ഇനിയില്ല അതിദരിദ്രർ എന്ന് പറയുന്ന പിണറായി വിജയൻ മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിയെ കൂടി പ്രതി ചേർത്തുകൊണ്ട്, മമ്മൂട്ടിയെ കൂടി ഈ ഒരു മഹാപാതകത്തിൽ അല്ലെങ്കിൽ ഈ കോമഡി ഷോയിൽ, മമ്മൂട്ടിക്ക് സാധാരണ ഈ കോമഡി ഒന്നും ഇപ്പൊ മോഹൻലാൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കമൽഹാസൻ ചെയ്യുന്ന പോലെ കോമഡി ചെയ്യാൻ അത്രമാത്രം ഒരു കഴിവുള്ള നടനല്ല മമ്മൂട്ടി കേട്ടോ. പക്ഷെ കോമഡിയിൽ മോഹൻലാലും കമൽഹാസനും ഒക്കെയാണ് മമ്മൂട്ടിയേക്കാൾ മുകളിൽ നിൽക്കുന്നത്. മൊത്തം രീതിയിൽ അല്ലെങ്കിൽ മൊത്തം കാര്യങ്ങൾ സ്പർശിക്കുമ്പോൾ നമുക്ക് പറയാം മമ്മൂട്ടി ഒരു പക്ഷേ ഇവരെക്കാളൊക്കെ മുന്നിലാണ് മമ്മൂട്ടിയുടെ സ്ഥാനം എന്നൊക്കെ പറയാം. അതൊക്കെ ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച് ഏറ്റവും മികച്ചതാണ്. ചിലർ പറയും മമ്മൂട്ടിയാണ്, ചിലർ മോഹൻലാലാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു അതൊന്നുമല്ല ഉലക നായകൻ കമൽഹാസനാണെന്ന് പറയുന്നു. പക്ഷേ എന്തൊക്കെയാണെങ്കിലും എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് മമ്മൂട്ടിക്ക് ഈ കോമഡി അങ്ങനെ വർക്കാവൂല കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, കാരണബോധത്തിന്റെ കൂടെ നിന്നുകൊണ്ട് മമ്മൂട്ടിയും അത്യാവശ്യം കോമഡി അവതരിപ്പിച്ചു. അപ്പൊ ഇതിനെക്കുറിച്ച് ആണ്, ശരിക്കും ഇതിനെക്കുറിച്ചല്ല, പക്ഷേ ഇതിനെക്കുറിച്ചും കൂടിയാണ് ഇന്നത്തെ മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ ഒരുപക്ഷെ മലയാളത്തിന്റെ ഏറ്റവും പ്രിയ നടനായ ശ്രീനിവാസനും പ്രിയ സംവിധായകനായ സത്യൻ അന്തിക്കാടിന്റെയും ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. എല്ലാവരും വായിക്കണം കേട്ടോ. മാതൃഭൂമി വരിക്കാരല്ലാത്തവർ കൂടി ഒരുപക്ഷെ ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. നിങ്ങളിത് വായിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ് കേട്ടോ. ഒരുപക്ഷെ ശ്രീനിവാസനും സത്യൻ അന്തിക്കാടുമാണ് മലയാളികൾക്ക് അതായത് മലയാളികളുടെ മനസ്സിൽ ഈ രാഷ്ട്രീയക്കാരോടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരോടും ഒക്കെ ഉള്ള അവരുടെ പൊങ്ങച്ചങ്ങളുണ്ടല്ലോ, അവരുടെ പൊങ്ങച്ചങ്ങളെ കുത്തിപ്പൊട്ടിച്ചത് യഥാർത്ഥത്തിൽ മലയാളത്തിൽ ശ്രീനിവാസനും സത്യൻ അന്തിക്കാടുമാണ് അല്ലെ. ഈ ആക്ഷേപഹാസ്യം, നമുക്ക് മഹാകവി കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സമൂഹത്തിലെ ഇത്തരത്തിലുള്ള നെറികേടുകൾക്കെതിരെ ഭരണത്തിൻ കീഴിലെ അല്ലെങ്കിൽ ഈ അന്നൊക്കെ ഈ രാജഭരണത്തിൻ കീഴിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ഈ വാഴ്ത്തുപാട്ടുകള് അല്ലെങ്കിൽ ഇവരുടെ ഈ പൊങ്ങച്ചങ്ങള്, ഇതിനൊക്കെ എതിരെ ശക്തമായി തൂലിക ചലിപ്പിച്ച കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ ഇപ്പൊ നമ്മൾ വായിക്കുമ്പോഴും അങ്ങനെ ഒരു മഹാപ്രതിഭ, കുഞ്ചൻ നമ്പ്യാരോളം ഒരു വലിയ മഹാപ്രതിഭ മറ്റാരും ഇല്ല എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും കേട്ടോ. വളരെ ലളിതമായി സാധാരണ ജനങ്ങളോട് സംവദിക്കുകയാണ് അദ്ദേഹം. ഈ ഭരണവർഗത്തിന്റെ നെറികേടുകൾ അതിശക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ മലയാളത്തിൽ കണ്ടു എം ആർ നായർ, സഞ്ജയൻ, പിന്നെ നമ്മുടെ ഈ അടുത്ത കാലത്ത് VKN തുടങ്ങിയ ഈ നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫലിത രൂപേണ, അങ്ങനെയാണല്ലോ ഒരാളെ നമുക്ക് തെറി പറയുമ്പോൾ അയാൾ ഒരു പക്ഷേ നമുക്കെതിരെ എന്ത് ചെയ്യാം, ആക്രമിച്ചേക്കാം. പക്ഷെ അയാളെ തമാശ രൂപത്തിൽ, അതിനാണ് ഈ പുതിയ കാലത്ത് നമ്മൾ ട്രോളുക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ട്രോളം, കാരണഭൂതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാരണഭൂതനെ ട്രോളും പോലെ ട്രോളാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ എന്ന് പറഞ്ഞത് പകരക്കാരില്ലാത്ത അല്ലെ, മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത ഒരു മഹാനടനും അല്ലെങ്കിൽ ഒരു മഹാ എഴുത്തുകാരനും ഒരു സംവിധായകനും ഒക്കെയാണ് ഈ രണ്ടുപേരും കേട്ടോ, സത്യൻ അന്തിക്കാടും ശ്രീനിവാസന്റെയും സത്യൻ അന്തിക്കാടിന്റെയും സിനിമകൾ ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർമ്മ വരും ഈ നെറികെട്ട ഭരണക്കാരെ അല്ലെ, നെറികെട്ട ഭരണക്കാരെ, അവർക്ക് വാഴ്ത്തുപാട്ട് പാടുന്നവരെയൊക്കെ നമുക്കിങ്ങനെ ഓർത്തു പോകാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വാരാന്ത്യ പതിപ്പിൽ പല കാലങ്ങളിൽ പല മലയാളികൾ എന്ന തലക്കെട്ടിലാണ് ശ്രീനിവാസൻ സുഖമില്ലാതെ അല്ലെ, കുറെ കാലമായി ശ്രീനിവാസൻ സജീവമായ ഒരു എഴുത്തിൽ നിന്നൊക്കെ പിന്മാറി അല്ലെങ്കിൽ അഭിനയത്തിൽ നിന്നൊക്കെ പിന്മാറി, ശാരീരികമായ അവശതകൾ ഏറെ ഉണ്ടായിട്ടും ശ്രീനിവാസന്റെ മനസ്സിലെ ആ ഒരു ഈ ഹാസ്യത്തിന്റെയും അല്ലെങ്കിൽ ഈ സാമൂഹ്യ എന്താ പറയാ വിമർശനത്തിന്റെയും അല്ലെ, സാമൂഹ്യ വിമർശനത്തിന്റെയും ഒക്കെ ഈ നർമ്മത്തിൽ ചാലിച്ച ചില അമിട്ടുകൾ ശ്രീനിവാസൻ ഇപ്പോഴും പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പല കാലങ്ങളിൽ പല മലയാളികൾ എന്ന തലക്കെട്ടിലാണ് വാരാന്ത്യ പതിപ്പ്, മാതൃഭൂമി വാരാന്ത്യ പതിപ്പ് ഇവരുടെ ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. ഒരു ഫുൾ പേജ് ഉള്ള ഈ അഭിമുഖമാണ്. പക്ഷെ ഇതില് ഈ തലക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിൽ ഇനിയില്ല അതിദരിദ്രർ എന്ന് കാരണഭൂതവും മമ്മൂട്ടിയും പ്രഖ്യാപിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. ഒരു ചോദ്യമാണ്, സന്ദേശമാണ് നിങ്ങളുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ലേഖകൻ ചോദിക്കുകയാണ് കേട്ടോ. അതായത് കെ വിശ്വനാഥ് എന്ന് പറയുന്ന ഈ റിപ്പോർട്ടർ അല്ലെങ്കിൽ ഇവരെ അഭിമുഖം തയ്യാറാക്കുക അല്ലെങ്കിൽ ഇവരോട് സംസാരിച്ച കെ വിശ്വനാഥ് ചോദിക്കുകയാണ്,
സന്ദേശമാണ് നിങ്ങളുടെ കൂട്ടുകെട്ടിൽ പിറന്ന സമ്പൂർണ്ണ രാഷ്ട്രീയ സിനിമ. അല്ലെ, സന്ദേശം എന്ന് പറഞ്ഞ സിനിമ സഖാവ് കുമാരപ്പിള്ള സാറിന്റെ വാചകങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചറപറ പാറിക്കളിക്കുന്നത് നമ്മളൊക്കെ കാണുന്നതാണ് കേട്ടോ. അത്തരത്തിൽപ്പെട്ട അപ്പൊ സന്ദേശം എന്ന് പറയുന്ന സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു കേട്ടോ. അപ്പൊ സന്ദേശത്തെ കുറിച്ചാണ് ഒരു ചോദ്യം ഈ ലേഖകന്റെ. സന്ദേശമാണ് നിങ്ങളുടെ കൂട്ടുകെട്ടിൽ പിറന്ന സമ്പൂർണ്ണ രാഷ്ട്രീയ സിനിമ. പക്ഷേ എല്ലാ സിനിമയിലും ശ്രീനിവാസൻ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രീനിവാസൻ പറയാണല്ലോ, സത്യത്തിൽ കോമഡി ഏറ്റവും അധികമുള്ളത് രാഷ്ട്രീയത്തിലാണ്. രാഷ്ട്രീയക്കാർക്ക് അത് കോമഡിയായി തോന്നില്ല എന്ന് മാത്രം. പക്ഷേ പുറമേ നിന്ന് വീക്ഷിക്കുന്നവർക്ക് ആ കോമഡി തെളിഞ്ഞു വരും. എന്തൊരു വാചകല്ലേ! രാഷ്ട്രീയക്കാരാണ് ഏറ്റവും വലിയ കൊമേഡിയന്മാർ. അതായത് ഇവിടുത്തെ മഹാനടന്മാരെക്കാൾ, അല്ലെ, മോഹൻലാലിനേക്കാളും കമൽഹാസനേക്കാളും ഞാൻ ഈ രണ്ടുപേരെ കുറിച്ച് പറയാൻ കാരണം ഈ രാഷ്ട്രീയ കോമാളിത്തരത്തിൽ പങ്കെടുക്കേണ്ടവരായിരുന്നു ഇവർ കേട്ടോ. ക്ഷണിക്കപ്പെട്ടവരായിരുന്നു മോഹൻലാലും കമൽഹാസനും. പക്ഷെ അവര് പങ്കെടുത്തില്ല അവര്. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കേട്ടോ. അപ്പം കുതിരവട്ടം പപ്പുവിനേക്കാൾ ഇന്നസെന്റിനേക്കാൾ മാള അരവിന്ദനേക്കാൾ അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ മലയാളത്തിലെ മഹാന്മാരായ അടൂർ ബാസി ബഹദൂർ അങ്ങനെയുള്ള ഈ കൊമേഡിയന്മാരായ നടന്മാരെ കവച്ചു വെക്കുന്ന എന്താ പറയാ കോമഡിയാണ് ആര് നടത്തുന്നത്? പിണറായി വിജയൻ നടത്തുന്നു എന്നുള്ളതാണ് ശ്രീനിവാസൻ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കാരണം മാതൃഭൂമിയുടെ മെയിൻ ഹെഡിങ് ഇനിയില്ല അതിദരിദ്രർ. അപ്പോഴാണ് അതിന്റെ കൂടെയുള്ള വാരാന്ത്യ പതിപ്പിൽ ശ്രീനിവാസൻ പറയുന്നത്, ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. സത്യത്തിൽ കോമഡി ഏറ്റവും അധികമുള്ളത് രാഷ്ട്രീയത്തിലാണ്. രാഷ്ട്രീയക്കാർക്ക് അത് കോമഡിയായി ചിലപ്പോൾ തോന്നില്ല. പക്ഷെ പുറമേ നിന്ന് വീക്ഷിക്കുന്നവർക്ക് ആ കോമഡി തെളിഞ്ഞു വരും. ഇനി ബാക്കി. അപ്പൊ സത്യനന്ദിക്കാട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇലക്ഷനിൽ ഒരു പാർട്ടി തോറ്റാൽ അവരുടെ വിലയിരുത്തൽ ഇന്നും ജയിച്ച പാർട്ടിയും മൂന്നാമതൊരു പാർട്ടിയും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന മട്ടിൽ തന്നെയാണ്. ആളുകൾ പറഞ്ഞ് ചിരിക്കുമെന്ന ബോധ്യമുണ്ടെങ്കിലും ഇപ്പോഴും അവർക്ക് അങ്ങനെ പറയാതിരിക്കാനാവില്ല. സന്ദേശത്തിലെ ആ രംഗം വീണ്ടും ട്രോളുകളിൽ നിറയുന്നതിന് കാരണം അതാണ്. കുമാരപ്പിള്ള പറയുന്നുണ്ടല്ലോ ഈ അന്തർധാരയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ അന്തർധാര ഇപ്പോഴും, അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ആ തോൽവി സമ്മതിക്കില്ല. അതിന് പകരം എന്താണ് തോൽക്കാൻ കാരണം ഈ മൂന്നാമതൊരു കക്ഷിയും ഈ ജയിച്ച കക്ഷിയും തമ്മിലുള്ള അന്തർധാരയാണ് എന്ന് പറയുന്നത്. അതാണ് രാഷ്ട്രീയത്തിലെ മറ്റൊരു കോമഡി കേട്ടോ. ഇനി അടുത്ത കാര്യമാണ് സത്യനന്ദിക്കാള പറയുന്നത്, 41 ദിവസം കഠിന വ്രതമെടുത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കല്ലും മുള്ളും ചവിട്ടി മല കയറി വരുന്നവർക്ക് അയ്യപ്പനിൽ പൂർണ്ണ വിശ്വാസമാണ്. പക്ഷേ അയ്യപ്പന് ചുറ്റും നിൽക്കുന്ന പലർക്കും ഒട്ടും വിശ്വാസമില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ശ്രീകോവിലിന് മുന്നിൽ കൈ രണ്ടും താഴ്ത്തി പ്രസാദമാകുമ്പോൾ ആ പ്രസാദം വാങ്ങിയിട്ട് ആസനത്തിൽ തുടയ്ക്കുന്ന മന്ത്രിമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ, അല്ലെ? ഏറ്റവും പുതിയ മന്ത്രി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഓക്കെ. അവരാണ് കട്ടുമുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത ദേവസ്വം ബോർഡുകാരും അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും ഒക്കെയാണ് കട്ടുമുടിക്കുന്നത്. പറയുന്നത് ആരാണ്? സത്യനന്ദിക്കാടാണ്. ശ്രീനിവാസന്റെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ശ്രീനിവാസന്റെ മുഖത്ത് കാണുന്ന ഒരു എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കി കേട്ടോ. അവരാണ് കട്ടുമുടിക്കുന്നത്. കണ്ണീരോടെ അയ്യപ്പനെ കാണാൻ വരുന്നവരെ കണ്ട് ചിരിക്കുന്നവര് ആണവർ. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ഭക്തി ഒരു കവചമായി വെക്കുന്നുണ്ട് ശ്രീനിവാസൻ. വിജയൻ മാഷിന്റെ ശരണം വിളിയും മലകയറ്റവും എല്ലാം വെറും പ്രഹസനമാണല്ലോ. ചിലരുടെ മുഷ്ടി ചുരുട്ടിയുള്ള ശരണം വിളിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശ്രീനിവാസനെയാണ് ഓർമ്മ വന്നത്. നമ്മൾ കണ്ടല്ലോ ഈ അയ്യപ്പൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന പോലെ സ്വാമിയേ ശരണം എന്ന് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയ്യപ്പ മഹാസംഗമത്തിൽ, അല്ലെ, ആഗോള അയ്യപ്പ സംഗമത്തിൽ വിളിച്ചത് നാം കേട്ടു. അപ്പം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശ്രീനിവാസൻ തന്നെ അഭിനയിച്ച ആ കഥാപാത്രമാണ് എന്ന് സത്യനന്ദിക്കാട് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സത്യനന്ദിക്കാട് പറയാണ്, എത്ര ദീർഘദൃഷ്ടിയോടെയാണ് ശ്രീനി ഓരോന്നും പറഞ്ഞു വെച്ചത്. അതായത് പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു കോമാളിക്കാരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് വിളിച്ച പോലെ ശ്രീനിവാസന്റെ ഈ കഥാപാത്രം വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം ശ്രീനിവാസനെയൊക്കെ നമ്മളുണ്ടല്ലോ പകരം വെക്കാൻ ഇല്ല. അതാ പറയുന്നത്, ശ്രീനിവാസനൊന്നും പകരം വെക്കാൻ ആരുമില്ല. കാരണം ഈ മുൻകൂട്ടി കാണുകയാണല്ലോ, അല്ലെ, ഈ വരും കാലങ്ങളിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി
അധപ്പതിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശ്രീനിവാസൻ അതിങ്ങനെ കാണുകയാണ്. മറ്റൊന്ന് ശ്രീനിവാസൻ പറയുന്ന ഒരു കാര്യമാണേ, മിക്കതും നമ്മൾ ചുറ്റുപാട് നിന്ന് കണ്ടെഴുതുന്നതാണ്. വരവേൽപ്പ് എന്ന സിനിമയിൽ ബസ് വാങ്ങിയ മുതലാളിയെ സമരം ചെയ്ത് കുത്തുപാള എടുപ്പിച്ച സംഭവം എന്റെ ചെറുപ്പത്തിൽ നാട്ടിൽ നടന്നതാണ്. സിനിമ കണ്ട പാട്യത്തെ, കണ്ണൂരിലെ തലശ്ശേരിക്കടുത്ത പാട്യത്തെ CPM ലോക്കൽ സെക്രട്ടറി എന്നെ വിളിച്ചു ചോദിച്ചു ആ സിനിമ കണ്ടിട്ട്, ഇത്രയ്ക്ക് വേണമായിരുന്നോ ഈ CPM-ന്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചിലപ്പോൾ എന്റെ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടെ ഈ CPM-കാരായ എന്റെ ചില സുഹൃത്തുക്കള് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അല്ല ഇത്രയ്ക്ക് വേണോ, പിണറായിനെ ഇങ്ങനെയൊക്കെ ചീത്ത പറയണോ, എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഈ ചീത്ത പറയുന്നതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഈ നമ്മളിങ്ങനെ പിണറായി വിജയനെ ചീത്ത പറയുന്നതും അല്ലെങ്കിൽ ചീത്ത പറയല്ല, ഈ മനുഷ്യൻ ചെയ്യുന്ന വൃത്തികേടുകൾ തുറന്ന് പറയാണ്. ഈ മനുഷ്യ ഒന്ന് നന്നായിക്കോടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ചോദിക്കുമ്പോ ഈ നല്ല CPM-കാരുണ്ട് കേട്ടോ, ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, ഈ പാവങ്ങൾക്ക് പറയാൻ പറ്റില്ല, അതാണ് ഇവർക്കൊക്കെ മനസ്സിലുള്ള കാര്യമാണ്. ഈ കാരണബോധത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പൊയ്ക്കൂടടോ എന്ന് ഇവിടുത്തെ ഓരോ അന്തം കമ്മിയും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമുക്കൊരു ചരട് വലികളുമില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിധേയത്വം ഇവരുടെ ഒന്നും ഇല്ല കേട്ടോ. ഒന്നും ഇവരുടെ കാൽക്കൽ പോയി നമ്മൾ ഈ വീണിട്ടില്ല ഇതുവരെ, അല്ലെങ്കിൽ ഇവരുടെ ചെരുപ്പ് നാക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടില്ല. ഒന്നും ഇനി നമുക്ക് വേണ്ട, നമുക്കൊരു അക്കാദമികളിലും സ്ഥാനം വേണ്ട, അല്ലെങ്കിൽ ഇവരുടെ ഒരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള ശുപാർശകൾ നമുക്ക് വേണ്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ വളരെ കൃത്യമായി ഇവരെ എന്ത് ചെയ്യുന്നത്, ഇവരെ വിമർശിക്കുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതില്ലാത്തവരാണ് മനസ്സിന്റെ ഉള്ളിൽ മനസ്സിങ്ങനെ വീർപ്പ് മുട്ടുകയാണ്. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, ഇന്നലെ ആ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഈ കോമഡി ഷോ ഉണ്ടല്ലോ. കാരണം ഈ അന്തംഗമികൾ മുഴുവൻ കാണുകയല്ലേ നമ്മളെ നാട്ടിലെ. വേറെ എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് അങ്ങനെ വിശ്വസിപ്പിച്ചിരുന്നല്ലോ. നമ്മളെന്താണ് ഈ ഇതിൽ സാക്ഷരതയിൽ നമ്മൾ മുന്നിൽ, അല്ലെ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോട്ടീസ് അടിച്ചിറക്കിയിരുന്നു. എവിടെ നമ്മളെക്കാൾ സാക്ഷരതയുള്ള മറ്റൊരു സംസ്ഥാനം, ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ വായിച്ചു, നമുക്ക് 2-ാം സ്ഥാനമേ ഉള്ളൂ. നമ്മൾ പണ്ടേ പറഞ്ഞു നമ്മൾ 1-ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ആരോ പറഞ്ഞ പോലെ, അതായത് ചോദ്യപേപ്പർ സിലബസ് തയ്യാറാക്കുന്നതും ഉത്തരം എഴുതുന്നതും മാർക്കിടുന്നതും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതും ഞങ്ങളാണ് 1-ാം റാങ്ക് എന്ന് പറയുന്നതും ഒക്കെ ഒരാൾ തന്നെയാണ്. പിന്നെപ്പോ എന്താ പ്രശ്നം? നമ്മൾ തന്നെ ഒരു സിലബസ് തയ്യാറാക്കുക, നമ്മൾ തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കുക, നമ്മൾ തന്നെ ഉത്തരം തയ്യാറാക്കുക, നമ്മൾ തന്നെ മാർക്ക് ഇടുക, നമ്മൾ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുക. എന്നിട്ട് നമ്മൾ പറയാ നമ്മളാണ് A+, നമ്മളാണ് നമ്പർ 1 എന്ന് പറയുന്നതിന്റെ അതാണ് ഈ കോമഡി ഷോ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ശ്രീനിവാസൻ പറയുന്നത് ഈ പാർട്ടിയത്തെ നേതാവ് ലോക്കൽ സെക്രട്ടറിയാണ്. പാർട്ടിയത്തെ ലോക്കൽ സെക്രട്ടറി വിളിച്ച് ശ്രീനിവാസനോട് ചോദിക്കുകയാണ്, ഇത്രയ്ക്ക് വേണമായിരുന്നോ അതിന് അപ്പം ശ്രീനിവാസൻ പറഞ്ഞത്രേ, ഞാനതിൽ ഭാവന അല്പം പോലും ചേർത്തിട്ടില്ലല്ലോ എന്നായിരുന്നു എന്റെ മറുപടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല അതൊക്കെ അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശ്രീനിവാസൻ ഭാവനയിൽ നിന്നൊന്നും ചേർത്ത് എഴുതിയിട്ടില്ല, അതൊക്കെ നമ്മളെ പാർട്ടിക്കാർ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് മിണ്ടാതിരുന്നൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചതത്രേ. ഇനി അടുത്തൊരു കോമഡിയാണേ. ശ്രീനിവാസനാ പറയുന്നത്, അല്ലെങ്കിലും ലോകം മുഴുവൻ കുറെ ഭ്രാന്തന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ശ്രീനിവാസന്റെ ഇന്നത്തെ സൂപ്പർ ഡയലോഗാണ് കേട്ടോ. അതായത് അല്ലെങ്കിലും ലോകം മുഴുവൻ കുറെ ഭ്രാന്തന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെ ശ്രീനിവാസൻ വിളിക്കുന്നത് ആരാണ്? ഭ്രാന്തന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരും പറയുന്നുണ്ട്, പേര് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. പേരെന്തൊക്കെയാ പറയുന്നത് അറിയോ? ട്രംപ്, നെതന്യാഹു, പുടിൻ, ഷീ, അത് കഴിഞ്ഞിട്ട് 3 കുത്ത്. അത് കഴിഞ്ഞിട്ട് ശ്രീനിവാസൻ പറയാണ്, ഇനിയും പേരുകൾ പറയാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. ഇനിയും പേരുകൾ പറയാനുണ്ട്, ഇനിയും ഇതേപോലെ നമ്മളെ ഭരിക്കുന്ന ഭ്രാന്തന്മാരുടെ പേരുകൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ആരോഗ്യത്തിന് നല്ലത് ആ പേരുകളൊന്നും പറയാതിരിക്കുന്നതാണ്. കാരണം എന്താണ്? ഈ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം, മറ്റു ഭ്രാന്തന്മാർ നമുക്ക് ചുറ്റിലുമുള്ള നമ്മുടെ നാട്ടിലെ ഭരണക്കാരായ നമ്മളെ ഭരിക്കുന്ന ഭ്രാന്തന്മാർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്ന് ആലോചിച്ചു. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും രൂക്ഷമായി, ഇത്രയും സരസമായി ആരും രാഷ്ട്രീയക്കാരുടെ നെറികേടുകൾക്കെതിരെ ഇങ്ങനെ വിമർശനം അഴിച്ചു വിട്ടിട്ടില്ല കേട്ടോ. നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകുന്നു ശ്രീനിവാസൻ ഇനിയും തിരക്കഥ എഴുതിയിട്ട് ഈ വരവേൽപ്പ് പോലുള്ള സിനിമകള്, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റേ വേറൊരു സിനിമ ഉണ്ടല്ലോ, സന്ദേശം പോലെ വരവേൽപ്പ് പോലെ നമ്മളെ ക്യൂബ മുകുന്ദന്റെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി. കാരണം പഴയ പോലെ അല്ലല്ലോ ഇപ്പൊ. മറ്റൊന്ന്, ഇത്
പൊന്മുട്ടയിടുന്ന താറാവ്, പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നായിരുന്നു ആദ്യത്തെ പേര്, പിന്നീട് അത് പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കി കേട്ടോ. അതിലാണ് ഇപ്പൊ ശബരിമലയില് സ്വർണം ചമ്പാക്കി മാറ്റിയ സി പി എമ്മിന്റെ ബോർഡ് മെമ്പർമാരും CPM-ന്റെ ഒരു ബോർഡ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടല്ലോ, വാസു ഒന്നും ഇപ്പൊ പിടിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. പിടിക്കപ്പെട്ടത് പാവം ഈ മുരാരി ബാബുവും നമ്മുടെ മറ്റേയാള് ഏതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പൊ എന്തായാലും അവിടെ ശബരിമലയിൽ സംഭവിച്ചത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസൻ തന്നെ അഭിനയിച്ച ആ കഥാപാത്രം ഏത് രീതിയിലാണോ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത്, അതേപോലെയാണ് ശബരിമലയിൽ സംഭവിച്ചത്. അതാണ് ദീർഘദൃഷ്ടി, കലാകാരന്റെ ദീർഘദൃഷ്ടി എന്നൊക്കെ പറയുന്നത് അതാണ്. ഇനി മറ്റൊന്ന്, ശ്രീനി സിംഗപ്പൂരിൽ പോയതിനെ പറ്റി ഒരു കഥ എഴുതുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നല്ലോ. സിംഗപ്പൂർ പ്രസിഡന്റിനെ സ്വപ്നത്തിൽ കാണുന്ന കഥ, അങ്ങനെ ഒരു കഥ ശ്രീനിവാസൻ എഴുതാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. അതായത് സിംഗപ്പൂർ പ്രസിഡന്റിനെ ശ്രീനിവാസൻ കാണുന്ന രംഗമുള്ളൊരു കഥ. ആ കഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ തന്നെ പറയാണ്, ആ കഥ ഇങ്ങനെയാണ്. അതായത് സിംഗപ്പൂർ പ്രസിഡന്റ് ആയിരുന്ന ലീ ക്വാൻ യു സിംഗപ്പൂരിലെ പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റിനെ ലീ ക്വാൻ യുവിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ട ഒരു ദൃശ്യമാണ് കേട്ടോ. ഞാൻ സിംഗപ്പൂരിൽ പോകുകയാണ്, അങ്ങനെയാണ് ആ കഥ. സിംഗപ്പൂരിൽ ശ്രീനിവാസൻ പോകുകയാണ്, അവിടെ വെച്ച് ലീയെ കണ്ടുമുട്ടി. അവിടെ വെച്ചിട്ടാണ് സിംഗപ്പൂരിന്റെ പ്രസിഡന്റിനെ കണ്ടുമുട്ടുന്നത് കേട്ടോ, ലീ ക്വാൻ യുവിനെ കണ്ടുമുട്ടുന്നത്. അവിടുത്തെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ? അത് ചോദിക്കുകയാണ് ശ്രീനിവാസൻ ഈ സിംഗപ്പൂർ പ്രസിഡന്റിനോട് ചോദിക്കുകയാണ് കേട്ടോ. സിംഗപ്പൂർ എന്ന് പറയുന്നത് അറിയാലോ, ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യമാണ്. ആ രാജ്യത്തെ പ്രസിഡന്റ് ചോദിക്കുകയാണ്, നിങ്ങൾ നമ്മുടെ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ? പിന്നെ അടുത്ത ചോദ്യം എന്താണ്? കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ പറഞ്ഞു, ഞാൻ അങ്ങനത്തെ പുസ്തകങ്ങളെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല. ഏത് മാർക്സ്, എന്ത് ദാസ് ക്യാപിറ്റല്, എന്ത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഞാൻ കേട്ടിട്ടില്ല. അമ്മ പുസ്തകം ഉണ്ടോ എന്ന് ആര് ചോദിച്ചു? ഈ സിംഗപ്പൂരിലെ പ്രസിഡന്റ് ചോദിച്ചത്രേ. അപ്പോൾ ഞാൻ അയാളെ പരിഹസിച്ചു എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ ഈ പ്രസിഡന്റിനെ പരിഹസിച്ചു. അന്നേരം സിംഗപ്പൂരിലെ പ്രസിഡന്റ് ശ്രീനിവാസനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, പക്ഷെ നിങ്ങളും നിങ്ങളുടെ നാട്ടുകാരൊക്കെ ആ പുസ്തകം വായിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലോ. എന്നിട്ടിപ്പോ അവിടെ എന്താ ഉണ്ടായത്? നിങ്ങൾ അതൊക്കെ വായിച്ചിട്ട് അവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഞങ്ങൾ വായിച്ചിട്ടേ ഇല്ല, ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, എന്നിട്ടാണ് നമ്മുടെ രാജ്യം ഈ രീതിയിൽ വികസിക്കുന്നത്. ഇത് നിങ്ങൾ പറയുന്ന പുസ്തകമൊക്കെ വായിച്ച നിങ്ങളുടെ നാട്ടില് എന്ത് വികസനപ്പാ ഉണ്ടായത് എന്ന് ചോദിച്ചത്രേ. പക്ഷെ ഇന്നങ്ങനെ ചോദിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം എന്താ പറയുക, ഇന്ന് കാരണഭൂതം സിംഗപ്പൂരിനെ പോലും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. സിംഗപ്പൂരിലെ ഭരണാധികാരികളൊക്കെ ഞെട്ടിക്കിടുങ്ങിയിരിക്കുകയാണ്. കാരണം കേരളം സിംഗപ്പൂരിനേക്കാൾ അങ്ങേപ്പുറത്തേക്ക്, സിംഗപ്പൂരിനേക്കാൾ അങ്ങേപ്പുറത്തേക്ക്. അങ്ങനെയൊക്കെയാണ് ആര് പറയുന്നത് അറിയോ? കൈരളി TV, റിപ്പോർട്ടർ TV, പിന്നെ നമ്മളെ ടോയ്ലറ്റ് പേപ്പറും. അടുത്ത കാര്യം, പിന്നെ ഒന്ന് രണ്ട് ഏറ്റവും രസകരമായ 2-3 സാമൂഹ്യ നിരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അതായത് ശ്രീനിവാസൻ പറയാണ്, പെരുമ്പാവൂരിലൊക്കെ ബസ്സുകളുടെ ബോർഡിൽ സ്ഥലപ്പേര് ഹിന്ദിയിലും എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ടല്ലോ, പെരുമ്പാവൂർ ഏറ്റവും കൂടുതൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ, പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവിടെയൊക്കെ ബസ്സുകളുടെ ബോർഡുകൾ വരെ ഹിന്ദിയിൽ എഴുതി വെക്കാറുണ്ട്. ഇനി നമ്മുടെ പത്രങ്ങളിൽ ഒരു പേജ് ബംഗാളിൽ ആക്കാവുന്നതാണ്. ഒരു നല്ല സജഷനാണ് ശ്രീനിവാസൻ നൽകുന്നത്. ഇനി മുതൽ പത്രങ്ങളിൽ ഒരു പേജ് എന്നെങ്കിലും ബംഗാളി ഭാഷ വേണം. കാരണം ബംഗാളില് പൊറാട്ടടിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടുത്തെ സഖാക്കന്മാരൊക്കെ ഇപ്പൊ കേരളത്തിലാണല്ലോ, അല്ലെ? ബംഗാളില് 34 കൊല്ലം CPM ഇങ്ങനെ ഭരിച്ച് മുട്ടിച്ചിട്ട് അവിടുത്തെ ആൾക്കാർ മുഴുവനും, സഖാക്കൾ മുഴുവനും അവിടുന്ന് ഓടി കേരളത്തെ അഭയം പ്രാപിച്ചിരിക്കുകയാണല്ലോ. ഇവിടെ ഇപ്പം 10 വർഷമായിട്ടുള്ളൂ. നിന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, കേരളത്തിൽ ഒരു 34 വർഷം CPM വെച്ചാലുള്ള സ്ഥിതി കേട്ടിട്ട് പേടിയാകുന്നുണ്ടല്ലേ. ഇവർക്ക് പൊറാട്ടയ്ക്ക് പോകാൻ വേറെ സ്ഥലമില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഭരിച്ച് മുടിപ്പിച്ചാൽ കേരളത്തിലെ മലയാളികൾ പൊറാട്ടടിക്കാൻ പിന്നെ എങ്ങോട്ടാ പോവുക? എനിക്കറിയില്ല. ഇത് ശ്രീനിവാസം ബാക്കി പറയുന്നേ. അപ്പൊ ഏതായാലും പത്രത്തിലൊരു പേജ് ഇനി മുതൽ ബംഗാളി ഭാഷ വേണം. പിന്നെയോ TV-യിൽ ബംഗാളിയിൽ രാഷ്ട്രീയ ചർച്ചയും നടത്താം, അതും വേണം. ഈ അന്തിച്ചർച്ച ഉണ്ടല്ലോ, TV-യിലൊക്കെ ഉള്ള രാഷ്ട്രീയ ചർച്ചകൾ, വൈകുന്നേരം നടക്കുന്ന ഈ പൊളിറ്റിക്കൽ ഡിബേറ്റ്സ്, അത് ഇനി മുതൽ ബംഗാളി ഭാഷയിലും കൂടി വേണം. കാരണം നമ്മുടെ ജനസംഖ്യയിൽ അത്രയും ബംഗാളികളാണ്.
അങ്ങനെ ടി വി ചർച്ചക്കായി നമ്മുടെ നേതാക്കളും ബംഗാളി പഠിക്കട്ടെ. അപ്പം ബംഗാളി നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ബംഗാളി പഠിക്കട്ടെ എന്നുകൂടി ശ്രീനിവാസൻ പറയുകയാണ് കേട്ടോ. അതൊന്നും തമാശയല്ല. ശ്രീനിവാസന്റെ നിരീക്ഷണങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ വരും കാലത്ത് നമുക്ക് കാണാം. ഈ പറഞ്ഞ പോലെ തന്നെ പത്രത്തിൽ ഒരു പേജ് ബംഗാളി പേജ്, പിന്നെ ഈ ടി വി ചർച്ചകളിൽ ബംഗാളി ഭാഷയിൽ ചർച്ച നടത്തുന്നതൊക്കെ നമുക്ക് കേൾക്കാം. കാരണം നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? നമ്മുടെ ബസ്സിൽ ഈ ബംഗാളി ബോർഡ് അല്ലെങ്കിൽ ഹിന്ദി ബോർഡൊക്കെ വെക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. ഇനി അപ്പൊ സത്യനന്ദിക്കാട് പറയുന്നുണ്ട് കേട്ടോ, രാഷ്ട്രീയ പ്രവർത്തനത്തോട് മലയാളിക്ക് താല്പര്യം കുറഞ്ഞു വരികയാണ്. ശരിയാണല്ലോ അല്ലേ? മലയാളികൾക്ക് രാഷ്ട്രീയ പ്രവർത്തകരോട് മലയാളികൾക്ക് പുതിയ തലമുറക്കൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരോട് മഹാപുച്ഛമാണ്. ഏറ്റവും വലിയ രസം എന്താ അറിയോ? ഇന്നലെ നിങ്ങൾ പലരും കണ്ടു കാണും. ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് അവസാനിക്കാൻ ഇനി ഏതാണ്ട് ഒരാഴ്ച ബാക്കിയുള്ളൂ. ഇന്നലെ മോഹൻലാൽ പങ്കെടുത്ത മോഹൻലാൽ പങ്കെടുത്ത ബിഗ് ബോസ് ഷോയില്, ആ ഷോ തുടങ്ങിയത് തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ മോഹൻലാല് ഈ മത്സരാർത്ഥികളോട് ചോദിക്കുകയാണ്. ഈ കേരളപ്പിറവി ആണല്ലോ, കേരളപ്പിറവി ദിനത്തിൽ മോഹൻലാൽ കേരളവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് കേരളപ്പിറവി, എന്തുകൊണ്ടാണ് കേരളം എന്ന പേര് വന്നത്, എത്ര ജില്ലകളുണ്ട്, പിന്നെന്താണ് ജ്ഞാനപീഠം അവാർഡ് ആർക്കാണ് ആദ്യം കിട്ടിയത്, മലയാളത്തിലെ ആദ്യത്തെ നോവലിന്റെ പേരെന്താണ്, അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മത്സരാർത്ഥികൾ കുറെ തമാശ കലർത്തിയിട്ട് അവർ ചില വിഡ്ഢിത്തങ്ങളൊക്കെ പറയുന്നുണ്ട്, ചിലർ ശരി ഉത്തരം പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മളെ പൊട്ടിച്ചിപ്പിച്ചൊരു കാര്യം എന്താ അറിയോ? മോഹൻലാൽ ചോദിക്കുകയാണ്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോ ഈ മോഹൻലാൽ ഓരോ മത്സരാർത്ഥിയുടെ പേര് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, ആര് എന്ന്. അതായത് അനീഷ് പറയൂ, അല്ലെങ്കിൽ മറ്റേ ഷാനവാസ് പറയൂ, അല്ലെങ്കിൽ ആദില പറയൂ, അല്ലെങ്കിൽ നൂറ പറയൂ, അനുമോൾ പറയൂ എന്നൊക്കെയാണ് ഓരോ സാബുമാൻ പറയൂ എന്നൊക്കെ ഓരോരുത്തരെ നെവിൻ പറയൂ, അങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ചോദ്യം, അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്ന ചോദ്യം, എനിക്ക് തോന്നുന്നു ചോദിച്ചത് ആദ്യം ഈ ചോദ്യം വന്നപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ കിടുങ്ങിയിരിക്കാൻ കേട്ടോ. നമുക്കറിയാം ഒരാൾക്കും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരറിയില്ല എന്ന്. ശിവൻകുട്ടി സഖാവേ ക്ഷമിക്കണം കേട്ടോ, നിങ്ങളോട് ഒരു വിരോധം എനിക്കില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ മുഴുവനും ഭയങ്കര വിവരമുള്ളവരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെ, കേരളത്തിലെ മുഖ്യമന്ത്രി ആര്, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആര്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആര്, മിനിമം അത്തരം കാര്യങ്ങളൊക്കെ ആര്, കൃഷി മന്ത്രി ആര്, അതൊക്കെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ് നമ്മുടെ വിചാരം കേട്ടോ. പക്ഷേ മോഹൻലാൽ ചോദിച്ചപ്പോൾ ഈ മത്സരാർത്ഥികൾ എനിക്ക് തോന്നുന്നു 8 പേര് ആകെ കിടുങ്ങിയിരിക്കാണ്ട്, ഒരാൾക്ക് അറിയില്ല. അപ്പോഴാണ് അനുമോളോടാണ് ചോദിക്കുന്നത് കേട്ടോ. അനുമോൾ ആകെ പേടിച്ച് പറിച്ച് അനുമോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചോദിക്കുക, ആരാ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വിദ്യാഭ്യാസ മന്ത്രി അറിയില്ല. അവസാനം പറയാണ്, ഒരു താടിയുള്ള ഒരാളാണ് കേട്ടോ, അപ്പൊ ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയക്കാർക്ക് ഞാൻ ഇവരൊന്നും കുറ്റപ്പെടുന്നില്ല, ഈ മത്സരാർത്ഥികളൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇതേപോലെ നമ്മുടെ നാട്ടിലെ ഇവരൊന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ സാധാരണ ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ സ്കൂൾ കുട്ടികളോട് അല്ലെങ്കിൽ കോളേജ് കുട്ടികളോട് ചോദിക്കാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആര്. എനിക്ക് തോന്നുന്നില്ല. ഇനി അറിയുന്നവർ തന്നെ ശിവൻകുട്ടി എന്നൊക്കെ പറയാൻ മടിച്ചേ കിട്ടോ. എങ്ങനെയാണ് ഇയാളുടെ പേരൊക്കെ പറയാ? ആ നിയമസഭയിൽ കയറിങ്ങാണ്ട് എന്ത് തോന്നിയാസൊക്കെ ആയിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയില്ല എന്നേ അവർ പറയുള്ളൂ. അപ്പൊ ഇത് ഞാൻ പറയാലോ കേട്ടോ. ആരാ പറയുന്നത്? സത്യനന്ദിക്കാട് പറയുന്നു, രാഷ്ട്രീയ പ്രവർത്തനത്തോട് മലയാളികൾക്ക് താല്പര്യം കുറഞ്ഞു വരികയാണ്. മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ജാഥ വരുമ്പോൾ അത് ഒരു പോയിന്റ് കടക്കാൻ ഇത്ര സമയമെടുത്തു എന്നൊക്കെ പറയുമായിരുന്നു. നിങ്ങളിൽ പ്രായമായ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും, പണ്ടൊക്കെ അങ്ങനെയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തി തെളിയിക്കുന്നത് ജാഥ ഒരു പോയിന്റ് കടക്കാൻ 2 മണിക്കൂർ എടുത്തു, 3 മണിക്കൂർ എടുത്തു, 4 മണിക്കൂർ എടുത്തു. അപ്പോഴാണ് ഇതിന്റെ ഒരു എന്താ പറയാ, ഈ ജാഥയുടെ ഒരു ജനബാഹുല്യം, ഇത്രയും ആൾക്കാർ ഈ ജാഥയിൽ പങ്കെടുത്തു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയാ, ഒരു പോയിന്റ് കടക്കാൻ ജാഥ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനത്തെ ആളും കടന്നു പോകുമ്പോഴത്തേക്ക് 5 മണിക്കൂർ എടുത്തു, 6 മണിക്കൂർ എടുത്തു. അപ്പൊ 6 മണിക്കൂർ നീണ്ട അത്രയും ജനസഞ്ചയമാണ് കടന്നു പോയത് എന്നൊക്കെ പണ്ട് പറയാറുണ്ട്. ഇപ്പൊ ആരെങ്കിലും എങ്ങനെ പറയാറുണ്ടോ? കാരണം ഇപ്പൊ ആളെ കിട്ടില്ലെന്നേ. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിട്ട് പൊട്ടിപ്പോയത് നമുക്കറിയില്ലേ? പകുതി കസേരയിൽ ഇരിക്കാൻ ആളില്ലായിരുന്നു, പകുതി ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റായി, ഈ തൂക്കാനുള്ള പ്രതിനിധികളുടെ ബാഡ്ജ് പോലും കൊടുക്കാൻ അതിന് മാത്രം ആളില്ലായിരുന്നു. അങ്ങനെ ആകെ നാറി, എന്താ പറയാ, പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ നാണം കെട്ടത്
ഒന്ന് പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്, അല്ലെ? പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് അയ്യപ്പ ആഗോള സംഗമം നടത്തിയത്. പക്ഷെ ആകെ ഇമാതിരി നാറ്റ കേസ് ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും സമ്മതിക്കില്ല കേട്ടോ, സമ്മതിക്കില്ല. അവർ പറയും ഓ ഭയങ്കര വിജയമായിരുന്നു എന്ന് അവരൊക്കെ പറയും കേട്ടോ. അത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി തൈക്കുണ്ടിൽ വീണ പണിക്കാരന്റെ മാതിരിയെ മൊത്തം തൈക്കുണ്ടിൽ വീണ് പോയാലും കാല് രണ്ടും പുറത്താണല്ലോ എന്ന് പറയുന്ന ആ രീതിയിൽ കണക്കാക്കിയാൽ മതി. അപ്പം സത്യം പറഞ്ഞുകൊണ്ട് വരുന്നത്, അപ്പൊ ഒരു പോയിന്റ് കിടക്കാൻ ഇത്രയ്ക്ക് ആവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ പറയാറില്ല. ഇപ്പോൾ നേതാക്കളും ബിരിയാണിയും കാശും മദ്യവും കൊടുത്ത് ജാഥക്ക് ആളെ ഇറക്കേണ്ട അവസ്ഥയിലാണ് പാർട്ടികൾ. സോറി, ഇപ്പോഴ് ഒരു ജാഥക്ക് ആളെ കൂട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമ്മേളന നഗരിയിലേക്ക് ആളെ കൂട്ടണമെങ്കിൽ ബിരിയാണി വാങ്ങിക്കൊടുത്ത്, ചാരായം വാങ്ങിക്കൊടുത്ത്, ഇപ്പൊ ചാരായല്ല കള്ള് വാങ്ങിക്കൊടുത്ത്, കള്ളുമല്ല മറ്റേ തന്നെ ബീവറേജസ് കിട്ടുന്ന മുന്തിയ സാധനം, ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് വേണം ആൾക്കാരെ കൊണ്ടുവരാൻ. പറയുന്നത് ആരാണ്? സത്യൻ അന്തിക്കാട് എന്ന് പറയുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ പറയാണ് കേട്ടോ. അതാണ് ഇന്നലെ സംഭവിച്ചത്. ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഒഴുകി വന്നതാണെന്ന് നമ്മൾ വിചാരിച്ചു, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കാണാൻ ഒഴുകി വന്നതാണെന്നൊക്കെ വിചാരിച്ചു. മമ്മൂട്ടിയുടെ 7-8 മാസം പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു കേട്ടോ. മമ്മൂട്ടിയുടെ ആദ്യത്തെ പൊതുവേദിയാണ്. അപ്പോൾ മമ്മൂട്ടിയെ കാണാനും കാരണഭൂതത്തെ കാണാനും ഒക്കെ ആൾക്കാർ ഇങ്ങനെ ഒഴുകിയെത്തിയതാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. ഭീഷണിപ്പെടുത്തിയിട്ട് ഓരോ പഞ്ചായത്തു നിന്നും ഏറ്റവും മിനിമം 100 പേരെ തന്നെങ്കിലും എത്തിക്കണം, ഓരോ കോർപ്പറേഷൻ വാർഡിൽ നിന്നും 200 പേരെ തന്നെങ്കിലും എത്തിക്കണം എന്നൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിയോട്, കോർപ്പറേഷൻ സെക്രട്ടറിയോടൊക്കെ കണ്ണുരുട്ടി പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ബിരിയാണി എത്ര വാങ്ങിക്കൊടുത്തത് നമുക്കറിയില്ല കേട്ടോ. കാരണം എന്തായാലും 1.5 കോടി ഈ പാവങ്ങൾക്ക് വീടുണ്ടാക്കാൻ വെച്ച പൈസയാണ് ദുഷ്ടൻ പിണറായി. ഇമാതിരി നെറികെട്ട മന്ത്രി ഉണ്ടാവും, നെറികെട്ട മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടില്ല കേട്ടോ. ദരിദ്രർക്ക് വീടുണ്ടാക്കാൻ വെച്ച പൈസ അതെടുത്തിട്ടാണ് തോന്നിയാസം ചെയ്തത്. ആരെങ്കിലും ഇവിടെ ചെയ്യോ? ഇവിടെ ദാരിദ്ര്യം ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ദരിദ്രന്മാരുടെ പിച്ചച്ചട്ടി കൈയിട്ടുങ്ങാണ്ട് ഇയാൾ നക്കി തിന്നുകയാണ്. ദൈവമേ, ശ്രീനിവാസൻ വയ്യാണ്ട് ആയത് നന്നായി. ശ്രീനിവാസൻ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ, സത്യനന്ദിക്കാടിന് ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. സത്യനന്ദിക്കാടിന് ഇനിയും സിനിമ എടുക്കാം. ശ്രീനിവാസന്റെ തിരക്കഥകളും ശ്രീനിവാസന്റെ അഭിനയം കൂടി ഉണ്ടല്ലോ, പൊളിക്കായിരുന്നു. പൊളി സിനിമകള് മലയാളത്തിൽ വരുമായിരുന്നു കേട്ടോ. ഇനിയുണ്ട് കുറെ. നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്നത്തെ മാതൃഭൂമി വാരാന്ത്യ പതിപ്പ് മുഴുവൻ വായിക്കണം കേട്ടോ. വായിക്കുക മാത്രമല്ല, സൂക്ഷിച്ചു വെക്കണം. ഇടക്കിടക്കെടുത്ത് വായിക്കുന്നതേ സത്യനന്ദിക്കാടിന്റെയും ശ്രീനിവാസന്റെയും ഒക്കെ പഴയ സിനിമകൾ കാണുന്നതിന് തുല്യമാണ് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇത് ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ, മെനയാന്ന് കഴിഞ്ഞ കാര്യങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഇവരുടെ സംഭാഷണത്തിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോണ്ടല്ലോ കയ്യടിക്കാം നമുക്ക്, അല്ലേ? കയ്യടിക്കാം, സിന്ദാബാദ് വിളിക്കാം, സ്വാമി ശരണം എന്ന് മറ്റേ പ്രശാന്ത് വിളിച്ച പോലെ നമുക്ക് വിളിക്കാം. സത്യൻ അന്തിക്കാട് കി ജയ്, ശ്രീനിവാസൻ കി ജയ് വിളിക്ക്. അന്തംഗമ്മികൾ ചിലപ്പോൾ ഇനി മുതൽ ശ്രീനിവാസന്റെയും ഈ മറ്റേ സത്യനന്ദിക്കാടിന്റെ ഒന്നും സിനിമകൾ കാണില്ല കേട്ടോ. ഇവരൊക്കെ നമ്മുടെ പിണറായിക്കെതിരെ സാമ്രാജ്യ ശക്തികളുടെ പണം വാങ്ങിയിട്ട് ഈ ജനപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രതിലോമകാരികളാണ് ശ്രീനിവാസനും സത്യനന്ദിക്കാടും. ഇനി മുതൽ അവരുടെ സിനിമകളൊന്നും കാണരുത് എന്നൊക്കെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായേക്കാം. എന്തും എന്താ പറയാ, എന്ത് ചെയ്യാനും എന്ത് പറയാനും മടിയില്ലാതെ നാണം കെട്ട് നടക്കുന്ന ഈ വേണ്ട, നിർത്തി. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അരുതാത്തത് പലതും, സഭ്യമല്ലാത്തത് പലതും പറയേണ്ടി വരും. അതുകൊണ്ട് നന്ദി, നമസ്കാരം.